അപ്പനും മോനും ക്രൈസ്തവ പുരോഹിതന്മാരെ ആക്രമിക്കാൻ തുടങ്ങി. മോൻ പറയുന്നത്, ഞാൻ അമിത്ഷാജിയോട് എന്തു പറയും, എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തുത്തരം കൊടുക്കും. അപ്പൻ കുറച്ചുകൂടി മെത്രാമാരെ ഊളകളെന്നും അല്ലാതെയുമൊക്കെയാണ് വിളിച്ച് പുലഭ്യം പറയുന്നത്. എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ നാടോടിക്കാറ്റിലെ സിനിമയിലെ ഒരു ഡയലോഗാണ്. ആ ഡയലോഗ് എന്താണെന്നറിയോ? ഇതേ അപ്പനും മകനും ഒരു കാലത്ത് ക്രൈസ്തവ സമുദായത്തിന് വേണ്ടിയാണ് എന്നുള്ള നിലയിൽ ഒരുപാട് മുസ്ലിം വിരോധം ആ വഖഫ് വിഷയത്തിൽ മുനമ്പത്തൊക്കെ പറഞ്ഞപ്പോൾ അത് ഒരു അനുഗ്രഹത്തിൻ്റെ ശബ്ദമായി, നീതിയുടെ ശബ്ദമായി, നിശബ്ദമായി പിന്തുണച്ചതാണ്. പക്ഷേ ഇപ്പോൾ അവർ രണ്ടുപേരും ഇതേ പുരോഹിതന്മാർക്കും ക്രൈസ്തവരായ മെത്രാന്മാർക്കും ഒക്കെ എതിരെ ഈ ദാസനും വിജയനും കൂടി പശുവിനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കെട്ടിയിട്ട് ഇങ്ങനെ മലർന്ന് കിടന്ന് സ്വപ്നം കാണുന്നത്. അപ്പോൾ മോഹൻലാൽ ശ്രീനിവാസനോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് എന്താടാ ദാസ ഈ ബുദ്ധി തോന്നാഞ്ഞെന്ന്. അപ്പോൾ ശ്രീനിവാസൻ്റെ മറുപടി, എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് ദാസ എന്നാണ്. പക്ഷേ സംഗതി ഈ സംസാരത്തിനിടയിൽ ഈ പശുക്കൾ കരയുമ്പോൾ എന്ത് അനുഗ്രഹത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ നിർവൃതിയാർന്ന ശബ്ദം എന്ന് നമ്മുടെ മോഹൻലാൽ പറയുന്നുണ്ട്. അതുപോലെയാണ് ഇവരുടെ രണ്ടുപേരുടെയും ശബ്ദം ഒരു കാലത്ത് ഈ സമൂഹത്തെ നിറച്ചു നിർത്തിയിരുന്നത്. ഇപ്പോൾ രണ്ടുപേരും കൂടി ഒരുപോലെ തിരിയാനുണ്ടായ കാരണം എന്താ? എങ്ങനെയെങ്കിലും ക്രൈസ്തവ മതവിശ്വാസികളെയൊക്കെ മുസ്ലിം വിരുദ്ധരാക്കി ഈ സംരക്ഷിക്കാൻ BJP മാത്രമേ ഉള്ളൂ എന്ന ലേബലിലാണ് ഇവർ രണ്ടുപേരും എല്ലാം രൂപപ്പെടുത്തി അച്ഛനൊരിടത്തും മകനൊരിടത്തും മത്സരിക്കാൻ ഇറങ്ങിയത്. അപ്പനും മകനും ഇപ്പം തൂക്കിക്കളയും, ജയിച്ചു കളയും എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് FCRA വന്നത്. ഇന്ന് ഷോൺ ജോർജ് ചോദിക്കുന്നുണ്ട്, ഈ FCRA വിഷയം ഞങ്ങളല്ലേ അത് ഒതുക്കി വെച്ചത്, ഞാൻ അമിത്ഷയോട് ഇനി എന്ത് പറയും എന്നാണ് ചോദിക്കുന്നത്. സത്യത്തിൽ ഇവിടെ കേന്ദ്ര നേതൃത്വം വളരെ ആത്മാർത്ഥമായി താല്പര്യപൂർവ്വം പരിഗണിക്കുന്നത് അനൂപ് ആൻ്റണിയാണ്. അല്ലാതെ ഷോൺ ജോർജിനെയും ഒന്നും അവരത്ര വലിയ സൈദ്ധാന്തിക പിന്തുണയോടെ എത്തിയവരാണ് എന്നുള്ള താല്പര്യമൊന്നുമില്ല. മറുവശത്തും ഒരു വശത്തും നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് എത്തിയവരാണെന്ന് അവർക്ക് നല്ലപോലെ അറിയാം. എന്നാലും പുള്ളി ചോദിക്കുകയാണ്, FCRA ഞങ്ങളല്ലേ മാറ്റിവെച്ചത്, FCRA നിങ്ങളാണ് ഉണ്ടാക്കിയത്, അപ്പം നിങ്ങൾ മാറ്റിവെച്ചു. എത്ര നാളത്തേക്ക്? ഈ ഇലക്ഷൻ തീരുന്നത് വരെ, അതായത് ഇന്നലെ വരെ. നാളെയോ മറ്റന്നാളോ അടുത്ത ദിവസമോ ഇത് വീണ്ടും പൊക്കിയെടുക്കും, ഇത് നടപ്പിലാക്കും. എന്താ സംശയം? അത് അപ്പന് കുറച്ചുകൂടി മോനേക്കാൾ നന്നായി അറിയാവുന്നതുകൊണ്ട് അപ്പം പറയുന്നുണ്ട്, അതെന്തിനാണ് എല്ലാവരും പേടിക്കുന്നത്, കട്ടെടുക്കുന്നവർ പേടിച്ചാൽ പോരെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് കട്ടെടുക്കുന്നവരെ പേടിപ്പിക്കാനല്ല, ആരെയും അതുപയോഗിച്ച് പേടിപ്പിക്കാം. ഇത്തരം നിയമനിർമ്മാണങ്ങൾ നടത്തുന്നത് സുതാര്യതയില്ലാത്തത് കൊണ്ടോ പരിശോധിക്കാനോ അല്ല. അതിനൊക്കെ ഇപ്പം നിലവിൽ നിയമങ്ങളൊക്കെ ധാരാളമുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് പാമ്പ്ലാനി അച്ഛൻ പറഞ്ഞതുപോലെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച് ഇനി വന്ന കാശ് തുരക്കാനും അതുപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാനുമൊക്കെയുള്ള ഒരു ഏർപ്പാടിൻ്റെ ഭാഗമാണ് ആ നടത്തിയ അഭ്യാസം. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഇപ്പോൾ പെട്ട് കിടക്കുന്നു.